ശിവാനി, താനെന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, ലേറ്റായി പോയതുകൊണ്ടാണോ? ആ തൃശ്ശൂരിൽ ഇപ്പൊ വീട്ടിലുണ്ടല്ലോ, അവന്റെ കണ്ണു വെട്ടിച്ച് വരാൻ വേണ്ടി നോക്കിയപ്പോ ലേറ്റ് ആയതാ. സാരില്ല വിട്ടേക്ക്. നീ ഇങ്ങോട്ട് വന്നത് വീട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? നോ ചാൻസ്. അറിയുന്ന പോയിട്ട് ഡൗട്ട് പോലും തോന്നാൻ ചാൻസ് ഇല്ല. ശിവനി വാ, നമുക്ക് കാറിൽ പോ. കാറിലൊന്നും അങ്ങോട്ട് പോകാൻ കഴിയില്ല. പിന്നെ കാടിനുള്ളിലുള്ള അമ്പലത്തിലേക്ക് നമ്മൾ നടന്നു തന്നെ പോണം ത്രിവിക്രം. ഈ രാത്രി നടന്നു പോവാനോ? കൊച്ചു മുതലുള്ള ശിവാനിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? പക്ഷെ ഈ രാത്രിയിൽ മീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? ത്രിവിക്രം, എനിക്ക് വേണ്ടിയല്ലേ? ഓക്കെ, ശരി, എന്നാ നമുക്ക് പോയാലോ? കാർ ഇവിടെ ഇട്ടിട്ട് രണ്ടുപേരും നടന്നാണല്ലോ പോകുന്നത്. കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ നടക്കുന്നുണ്ട്. ഇവരെ ഫോളോ ചെയ്ത് പോയി നോക്കാം. ശിവാനി, ഇനി എത്ര ദൂരമുണ്ട്? എത്താറായി ത്രിവിക്രം, വാ. ഇതെന്താ കാര്യം ദൈവമേ, ഇവർ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായിരിക്കും കാര്യം? ഞാൻ ഇതുവരെ കാട്ടിൽ ഇത്രയും ദൂരം വന്നിട്ടേ ഇല്ല. ഇവിടെ ഇതുപോലെ ഇങ്ങനെ നിന്നാ തന്നെ പേടിച്ച് പനി വരുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇവർ രണ്ടുപേരും എത്ര സമാധാനത്തിൽ നടന്നു പോകുന്നു, അതും ഈ പാതിരാത്രിയിൽ. കാര്യം എന്തായിരിക്കും? ശിവാനി, ഏതാ ഈ സ്ഥലം? നമ്മളിത് എവിടെയാ? ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇത്രയും ദിവസം നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു ത്രിവിക്രം. പക്ഷെ ഇപ്പൊ കാര്യമുണ്ട്. എന്താ ഇത്? വിചിത്രമാണല്ലോ ഈ സ്ഥലം. ശിവാനി കൊച്ചു മുതലാളി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ത് കാര്യത്തിനായിരിക്കും? ത്രിവിക്രം, ഇതാ വാങ്ങിക്കും. ചെന്ന് ഈ വസ്ത്രം ധരിച്ചിട്ട് വാ. ശിവാനി, എന്തിനാ ഇതൊക്കെ? ഞാനിതൊന്നും ധരിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഇത് ധരിച്ചേ പറ്റൂ ത്രിവിക്രം. ഇതാ വാങ്ങിക്കും. മഹാദേവ, ഞാൻ ആദിശേഷനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. നാഗമാണിക്യത്തിൽ നിന്നുണ്ടാകുന്ന വിശേഷമായ ശക്തി അവന്റെ ശരീരത്തിൽ ചേർന്ന് അവനെല്ലാം ഓർമ്മ വരുമാറാകണമേ.
മുതലാളി, നാഗമാണിക്യം സുരക്ഷിതമായി തന്നെയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് ആരും വരാനുള്ള സാധ്യതയില്ല. നീ പറഞ്ഞത് സത്യമാണ് നന്ദീശ. നാഗമാണിക്യത്തിന്റെ അടുത്തേക്ക് മാത്രമല്ല, ഈ അമാവാസി ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്കും പിന്നെ ഒരുത്തനും എത്തില്ല. മുതലാളി എന്താ അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ? എല്ലാം വഴിയെ മനസ്സിലായിക്കോളും നന്ദീശ. ഞാൻ അല്പനേരം ധ്യാനിക്കട്ടെ. ശിവാനി, ത്രിവിക്രമനെ ഇങ്ങനെ കാണുമ്പോ എന്റെ ആദിശേഷനാണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് തോന്നുക എനിക്ക്. ശിവാനി, എന്തു പറ്റി? എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ നിനക്ക് തന്നെ എല്ലാം മനസ്സിലാവും. ത്രിവിക്രം, മഹാദേവന്റെ പൂജ കഴിയുന്നതോടെ ദുഷ്ടന്മാരുടെ കയ്യിലുള്ള നാഗമാണിക്യത്തിന്റെ ശക്തി നിന്റെ കൈവശം എത്തിച്ചേരും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. നിനക്ക് പഴയതെല്ലാം ഓർമ്മ വരികയും ചെയ്യും. അയ്യപ്പ, ഈ സ്ഥലം കാണുമ്പോ തന്നെ പേടിയാവും. ഇവിടേക്ക് എന്തിനു വന്നു? ത്രിവിക്രം, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുക. ത്രിവിക്രം, എനിക്കിന്ന് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എപ്പോഴും നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് നിന്നോട് പറയാറുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രണയം ഇന്ന് തുടങ്ങിയതല്ലെന്ന്. അതിനുള്ള ഉത്തരം ഞാൻ ഇന്ന് നിനക്ക് നൽകും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇന്ന് നിനക്ക് മനസ്സിലാകും. എന്നുവെച്ചാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം കൂടെ കാത്തിരിക്കൂ ത്രിവിക്രം, നിനക്ക് തന്നെ എല്ലാം മനസ്സിലാകും. നീ തന്നെ എല്ലാം പറയും. ഇവർ രണ്ടുപേരും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സംസാരിക്കുന്നത് ശരിക്ക് കേൾക്കുന്നുമില്ല. കൊച്ചു മുതലാളി വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോ എന്തോ പൂജ നടക്കാൻ പോവാ. അർദ്ധരാത്രിയില് സീക്രട്ടായിട്ട് എന്ത് പൂജയാ നടത്താൻ പോകുന്നത്? ത്രിവിക്രം, ഇത് വാങ്ങിക്കും. എന്താ ഇത്? ഇതാണ് താളിയോല ഗ്രന്ഥം. ഇതിൽ ചില മന്ത്രങ്ങൾ കുറിച്ചിട്ടുണ്ട്. മഹാദേവനെ മനസ്സിൽ വന്ദിച്ച് ഈ മന്ത്രങ്ങൾ ചൊല്ലി നീ അദ്ദേഹത്തിന് പൂജ ചെയ്യണം. പൂജയാ? അതെ, നമുക്ക് രണ്ടുപേർക്കും നന്മ വരാനായിട്ട് നമ്മൾ നിറവേറ്റേണ്ട പൂജയാണിത്. നീ തന്നെ അത് ചെയ്യണം ത്രിവിക്രം. ശരി. മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജയ്ക്കിരുന്നോളൂ. ശിവാനിയും കൊച്ചുമുതലാളിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശിവാനി കൊച്ചുമുതലാളിയുടെ കയ്യിൽ എന്തോ കൊടുത്തു, മന്ത്രം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരിത് എന്ത് ചെയ്തോണ്ടിരിക്കുക? മഹാദേവ, എന്റെ ആദിശേഷനെ കൊണ്ട് നിനക്കുള്ള പൂജ ഞാൻ നിറവേറ്റുകയാണ്. ഈ പൂജയ്ക്ക് ഒരു തരത്തിലുള്ള ഭംഗവും വരുത്താതെ നീ ത്രിവിക്രമന് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വരാൻ സഹായിക്കണേ. കാലാകാലങ്ങളായിട്ട് എല്ലാ അമാവാസി ദിവസവും നിന്നിൽ നിന്ന് ഒരു ദിവ്യശക്തി പുറപ്പെടാറുണ്ട്. അതെന്നിലേക്ക് ലയിക്കാറുമുണ്ട്. 23 വർഷങ്ങളായി അതെന്നെ സംരക്ഷിക്കുന്നുമുണ്ട്. ഇനി ഒരേ ഒരു വർഷം കൂടി നിന്റെ ആ സമ്പൂർണ്ണ ശക്തി എന്നിൽ ലയിക്കണം. ഗുരുക്കളുടെ വാക്കുകൾ പ്രകാരം ഇത്തവണ പ്രവഹിക്കുന്ന ആ ശക്തി ഒരുപാട് മഹത്തായതാണ്.
ആ ശക്തി എന്റെ ശരീരത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയത്നിച്ചതും. നിന്റെ ശക്തികൾ എന്നിലേക്ക് പ്രവഹിപ്പിച്ച് എന്നെ ബലവാനാക്കി മാറ്റിയാലും ഞാൻ ധ്യാനം ആരംഭിക്കാൻ പോവുകയാണ്. എന്റെ ഈ ധ്യാനം യാതൊരു തടസ്സങ്ങളുമില്ലാതെ സമ്പൂർണമായി തീരണം. ത്രിവിക്രം, ഇരുന്നോളൂ. ത്രിവിക്രം, ഈ മന്ത്രജപം തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രാർത്ഥന നടത്താനുണ്ട്. ഞാനത് പറഞ്ഞു തരാം, നീ അതുപോലെ പറഞ്ഞാ മതി. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ യദീമഹി പത്മഹസ്തായ യദീമഹേ തന്നോ വാസുകി പ്രചോദയാത്. തന്നോ വാസുകി പ്രചോദയാത്. ദൈവമേ, എന്തൊക്കെയത്? ഈ മന്ത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല, ചൊല്ലിയിട്ടുമില്ല. പിന്നെ എങ്ങനെ എനിക്ക് ഇത്ര എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്നത്? ഓം നാഗകുലായ വിദ്മഹേ വിഷദർധായ ധീമഹി തന്നോ സർപ്പ പ്രചോദയാത്. അയ്യോ, എന്താ ഇവിടെ നടക്കുന്ന ദൈവമേ? ഞാൻ ഇതുവരെ എവിടെയും കേൾക്കാത്ത പറയാത്ത മന്ത്രം ഇത്. പിന്നെ എങ്ങനെ എനിക്ക് ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്? ത്രിവിക്രം, ഇനി ആ താളിയോലയിലുള്ള മന്ത്രങ്ങൾ വായിച്ചാലും. അനന്തവാസുകി ശേഷപത്മനാച അനന്തവാസുകി ശേഷപത്മനാച ശംഖബല ധൃതരാഷ്ട്രജ തക്ഷക കാലേയ തഥ. ശംഖബല ധൃതരാഷ്ട്രജ തക്ഷക കാലേയ തഥ. നാഗമാണിക്യത്തിന്റെ അത്ഭുത ശക്തി അത് പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നാഗമാണിക്യം ദിവ്യശക്തി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ ശക്തി എന്നിലേക്ക് ലയിക്കട്ടെ, എന്നിലേക്ക് ലയിക്കട്ടെ. ത്രിവിക്രം, ത്രിവിക്രം, എന്താ പറ്റിയത്? അയ്യോ മഹാദേവ, എന്താ ഇത്? ത്രിവിക്രം പെട്ടെന്ന് ബോധം കെട്ട് വീണല്ലോ. ത്രിവിക്രം, 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 ഒന്ന് നോക്ക്. ഓ, നാഗമാണിക്യത്തിന്റെ ശക്തി ത്രിവിക്രമന്റെ ശരീരത്തിൽ ചേരാനുള്ള സമയമായി എന്നാ തോന്നുന്നത്.
അതുകൊണ്ടായിരിക്കും ത്രിവിക്രം ധ്യാനത്തിലിരുന്നപ്പോ പെട്ടെന്ന് ബോധം പോയത്. മഹാദേവ, ത്രിവിക്രം മൂലം നിനക്കുള്ള പൂജ നിറവേറുന്നത് പോലെ ആവണേ. ഇപ്പോൾ നാഗമാണിക്യത്തിന്റെ ശക്തി ത്രിവിക്രമന്റെ ശരീരത്തിൽ ചേർന്നേ പറ്റൂ. ആ കാര്യം ഒരു വിഘ്നവും കൂടാതെ സംഭവിക്കണേ മഹാദേവ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ ദിവ്യശക്തി എന്താ എന്നിൽ നിന്നും അകന്നു പോകുന്നത്? എന്താ ഇതിന്റെ അർത്ഥം? കാട്ടിലേക്കാണല്ലോ പോകുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അതിശേഷ